ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മളെ ബാറ്റർ ഇതുപോലെ ഇരിക്കണം. നന്നായി ഉരുട്ടാൻ പറ്റുന്ന പരുവാക്കിയിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആവിച്ചെമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ചളവിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ അളവ് കൂടുതലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിനെ നന്നായി ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനായി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 3/4 പാലൊഴിച്ച് അതിന് ശേഷം നമ്മൾ സാമ്പുനരി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്, അതിന് കഴുകിയിട്ട് അതും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ നമുക്കൊന്ന് വെന്താന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് ഏകദേശം വേവാനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. 2/2 പാലും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ അപ്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ നോക്കണം. അങ്ങനെ നമ്മളെ അപ്പവും സാബുനരിയും എല്ലാം ഒന്നാകെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അത് അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കയും ഇട്ട് പൊടിച്ച് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1/4 പാല് ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ച് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.